അദ്ദേഹം എനിക്ക് തോന്നുന്നു കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ആ നിലയിൽ സന്ദർശിക്കുകയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. പല സന്നദ്ധ സംഘടനകളും പല സഹായങ്ങളും ആശുപത്രികൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമാണ്. ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനത്തെ രാഷ്ട്രീയത്തിന് അതീതമായി കേരളം സ്വീകരിച്ചതാണ്. ആരോഗ്യമന്ത്രിയോട് എനിക്ക് ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ദയവായി അന്നം മുടക്കരുത്, അന്നം മുടക്കിയ സർക്കാരാണ് എന്ന് പറയിപ്പിക്കരുത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ജനം സ്വീകരിക്കില്ല. അത്രേ പറയാം. അദ്ദേഹം, നിങ്ങൾ ഈ പറഞ്ഞ ആൾ, ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ ഏറ്റവും ഉദാത്തമായ പ്രവർത്തനം എന്ന നിലയിൽ വിലയിരുത്തുകയും അതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തതാണ്. അതിപ്പോഴും പൊതു ഇടങ്ങളിൽ ആ പ്രതികരണമുണ്ട്, അതുപോലെയുണ്ട്. ആ അഭിപ്രായത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതാണ്. എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. അത് നിങ്ങളങ്ങനെ വിശേഷിപ്പിച്ചാൽ ഞാൻ അതിനോട് എതിർക്കൊന്നുമില്ല. ഞാനിപ്പോ പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് ഇപ്പോ അദ്ദേഹം അങ്ങനെ തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അതൊക്കെ യാഥാർത്ഥ്യമായി വന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഞാനതിൽ മുൻവിധിയൊന്നും കാണുന്നില്ല. പക്ഷെ നിലവിൽ കേരളീയ സമൂഹം സ്വീകരിച്ച ഒരു സന്നദ്ധ പ്രവർത്തനമാണത്. ഇതിപ്പോ പൊതിച്ചോറിന്റെ കാര്യത്തിൽ മാത്രമല്ലെന്നേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടന ഏതാ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. വർഷങ്ങളായി ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐ അതിന് ആരോഗ്യവകുപ്പ് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. ആ അവാർഡ് എല്ലാ വർഷവും ഡിവൈഎഫ്ഐ അല്ലേ ഏറ്റുവാങ്ങുന്നത്. അപ്പോ ഇനി മുതൽ അതും വേണ്ട എന്ന് പറയുമോ? പൊതിച്ചോർ മാത്രമല്ല ഡിവൈഎഫ്ഐ കൊടുക്കുന്നത്. രക്തദാനം, നേത്രദാനം, പൊതിച്ചോറ്, ഇങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം മറ്റത് മനസ്സിലാക്കി കാണില്ല. ഇനി നാളെ രക്തദാനം പാടില്ല എന്ന് പറയുമോ? നമുക്ക് അത്ഭുതപ്പെടണം. ഇത് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് പറയാൻ കഴിയില്ല. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയ്ക്ക് ഒരിക്കൽ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് മുഖ്യമന്ത്രി ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പ് ഒരു പരിശോധന നടത്തിയപ്പോൾ അതിന് തെരഞ്ഞെടുക്കപ്പെട്ട സംഘടന ഡിവൈഎഫ്ഐ ആയിരുന്നു. ആ അവാർഡും ഏറ്റുവാങ്ങിയ സംഘടനയാണ് ഞങ്ങളുടേത്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണം, പൊതിച്ചോർ വിതരണം, രക്തദാനം, നേത്രദാനം എന്നു വേണ്ട എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ മുൻപോട്ട് പോയത്. അതിന് സമൂഹം വലിയ അംഗീകാരം കൊടുക്കുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. രാഷ്ട്രീയത്തിന്റെ, കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറം പിടിപ്പിച്ച കണ്ണടയിൽ കൂടി ഇത്തരം കാര്യങ്ങളെ കാണരുത്. വിശാലമായി ചിന്തിക്കാൻ ഭരണത്തിലിരിക്കുന്നവർ തയ്യാറാവണം എന്നാണ് പറയുന്നത്. അദ്ദേഹം മറ്റേ ബാനറും കൊടിയൊന്നും ഇല്ലാതെയാണോ പൊതിച്ചോറ് കൊടുക്കുന്നത്? എന്താ അവര് കൊടുക്കാത്തത്? ഇത് പറയട്ടെ, ഈ കൊടിയും ബാനറും എല്ലാം പിടിച്ചിട്ടല്ല എല്ലാ ആശുപത്രികളിലും വിതരണം ചെയ്യുന്നത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ സംഘടന ഇതിനോടനുബന്ധിച്ച് 1000 ദിവസം പൂർത്തിയാകുന്നു, 5 വർഷം പൂർത്തിയാകുന്നു. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ചില ചടങ്ങുകൾ നടക്കുന്നുണ്ടാവും. അതിലായിരിക്കും ഇങ്ങനെയെല്ലാം ഉള്ളത്. അതിനെയൊന്നും ഇങ്ങനെ വികൃതമായി ചിത്രീകരിച്ച് പറയാൻ പാടില്ലാത്തതാണ്. ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ ഈ കൊടികളും ഈ ബാനറുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ചേർത്ത് ഇപ്പോ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ചെയ്യുന്നത് പോലെ അല്ലെങ്കിലും മറ്റ് ചില സന്നദ്ധ സംഘടന കേരളത്തിലെ പ്രാദേശികമായിട്ടുള്ള താലൂക്ക് ആശുപത്രിയിൽ കൊടുക്കുന്നുണ്ട്. ചില സേവാഭാരതി പോലെ സംഘടനകൾ, ഇതുപോലെ കോൺഗ്രസിന്റെ സംഘടനകൾ തന്നെ ഈ നെയ്യാറ്റിൻകരയിലേക്ക് പ്രാദേശികമായി കൊടുക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് വ്യാപകമായി കൊടുക്കുന്നത്. അതൊന്നും അറിയാതെയാണോ കെ മുരളീധരൻ പൂർണ്ണമായി ഇതിനെ നിരാകരിക്കുന്നതെന്നൊരു ചോദ്യം കൂടിയുണ്ട്. എനിക്ക് ന്യായമായ സംശയമുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അദ്ദേഹം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലാന്ന് നമ്മൾ സംശയിക്കുന്നത് നിങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യം ഉൾപ്പെടെയുള്ള കാര്യം കൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് കേരളത്തിലെ സാധാരണക്കാരായ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന ജനങ്ങളെല്ലാം സ്വീകരിച്ച, അവർക്ക് വലിയ ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡിവൈഎഫ്ഐ അല്ലാതെ ആരെങ്കിലും ചെയ്താലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുക. ഇത്തരം പ്രവർത്തന രംഗത്തേക്ക് യുവജന സംഘടനകളൊക്കെ കടന്നു വരണം എന്നാണ് ആഗ്രഹം. നിർഭാഗ്യവശാൽ അവരുടെ കൂടെയുള്ള യുവജന സംഘടനകളെ ഇതിലൊന്നും കണി കാണാൻ കിട്ടുന്നില്ല. ഒരുപക്ഷെ അതിലുള്ള ഇച്ഛാഭംഗമോ അസൂയയോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരു മന്ത്രി ഇങ്ങനെ അസൂയക്കാരനും അന്നം മുടക്കിയൊന്നും ആകാൻ പാടില്ല. അങ്ങനെ ആയാൽ നമ്മുടെ സമൂഹം അത് സ്വീകരിക്കില്ല.